ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 9 പേർക്ക് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 11 പേരാണ് ഹൈക്കോടതിയിലെ ജാമ്യത്തിലേക്ക് മൂവ് ചെയ്തത്. അതിൽ 9 പേർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. പ്രഥമ ദൃഷ്ടിയാൽ കേസുകൾ നിലനിൽക്കുമെങ്കിലും വധശ്രമം നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ഒബ്സർവേഷൻ നടത്തി. ഇനി കുറ്റച്ചാർജ് കൊടുക്കുമ്പോൾ അതിനകത്ത് തെളിവുകൾ കൂടുതലായിട്ട് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ വധശ്രമം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് അന്നത്തെ സെഷൻസ് കോടതി തീരുമാനിക്കുമെന്ന് കരുതുന്നു. മാസപ്പടി കേസിലെ പിണറായി വിജയൻ്റെ തിരുവനന്തപുരം പാളയത്തുള്ള അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ ED ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 20-ന് അവിടെ റെയ്ഡ് നടത്തി. വെളുപ്പിനെ 5 മണിക്ക് അവർ റെയ്ഡിനെത്തി. 3 കാറിലാണ് അവർ വന്നത്. ആ കാറ് അദ്ദേഹത്തിൻ്റെ ആ വലിയ വസതിയിൽ കയറ്റിയിട്ടു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി. അവിടെ ആരെയും അറിയിക്കാതെയാണ് വന്നതെന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. ഏതായാലും ED അവിടെ വന്ന് റെയ്ഡ് നടത്തി. ഉച്ച കഴിഞ്ഞ് ഒരു 3:30 വരെ റെയ്ഡ് നീണ്ടു നിന്നു. അതിനുശേഷം ED അവരുടെ 3 കാറിൽ കയറി അവിടെ നിന്ന് യാത്രയാകുന്ന സന്ദർഭത്തിൽ ഒരു പറ്റം DYFI SFIയിൽപ്പെട്ട ചെറുപ്പക്കാർ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരെ കാറിനെ കല്ലുകൊണ്ടും ഇഷ്ടിക കൊണ്ടും ഇടിച്ച് നാശനഷ്ടം വരുത്തുകയും 2-3 ED ഉദ്യോഗസ്ഥർക്ക് ദേഹത്ത് പരിക്കേൽക്കുകയും ചെയ്തു. അവർ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി. ആ കാർ അവിടുന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ്റെ ക്യാമ്പസിനകത്ത് കയറി ഇട്ട ശേഷമാണ് അവർക്ക് ജീവൻ നേരെ വീണത്. അവർ കാറുമായിട്ട് അവിടെ നിന്ന് അതിശീഘ്രം പോകുന്ന ഇടയിൽ ചീമൊട്ട അല്ലെങ്കിൽ മുട്ട അവരെ കാറിലേക്ക് എറിയുകയും ചെയ്തു. സംസ്ഥാനത്തെ CPMൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഗേറ്റിൻ്റെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. രാവിലെ മുതൽ അവരെല്ലാവരും അവിടെ സംഘടിച്ച് നിന്നിരുന്നു, മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇതിനിടയ്ക്കാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ 10-60 ആൾക്കാർ, ചെറുപ്പക്കാർ അവിടെ പാഞ്ഞടിക്കുകയും 3:30-ക്ക് ED ഉദ്യോഗസ്ഥർ പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും കാര്യങ്ങൾ കൈവിട്ടു പോയി. അതിൽ 26-27 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ ഒരാൾക്ക് മാത്രം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു. ബാക്കിയുള്ളവരെല്ലാം റിമാൻഡിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 63 ദിവസമായി ഇവർ റിമാൻഡിലാണ്. ഏതായാലും വധശ്രമ കേസില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും 60 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം ലഭിക്കും. അതിന് ലഭിക്കാനുള്ള അവർക്കുള്ള ഗ്രൗണ്ടുണ്ട്. ഏതായാലും ഹൈക്കോടതി 63-ാമത്തെ ദിവസം 9 പേർക്കാണ് ജാമ്യം കൊടുത്തത്. 2 പേർക്ക് ജാമ്യം കൊടുത്തിട്ടില്ല. അവരുടെ കുറ്റം കുറച്ച് സീരിയസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഹൈക്കോടതി ജാമ്യം അവർക്ക് കൊടുക്കാതിരുന്നത്. അത് പിന്നീട് പരിഗണിക്കാനാണ് സാധ്യത. ഏതായാലും 9 പേർക്ക് ഇപ്പം ജാമ്യം കൊടുത്തു. 5-ാം പ്രതി ശ്രീജിത്ത്, അതുപോലെ 7-ാം പ്രതി അനിൽകുമാർ, പിന്നെ പ്രതികളായ ഷഫീഖ്, കിരൺ, നിഷാദ്, ജീവൻ ഉൾപ്പെടെ 11 പേർക്ക് ജാമ്യം അപേക്ഷ കൊടുത്തതിൽ 9 പേർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഏതായാലും ആ ചെറുപ്പക്കാർക്ക് വലിയ ആശ്വാസമായി. ഈ സംഭവത്തിൽ അവർക്ക് 2 മാസം കഴിഞ്ഞാണെങ്കിലും ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ്. അതുതന്നെയല്ല, EDയിലെ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് ആക്രമിച്ച പലർക്കും ഇന്നും ബംഗാളിൽ ജാമ്യം ലഭിച്ചിട്ടില്ല. അവർ പലരും റിമാൻഡിൽ കിടക്കുകയാണ് ഇന്നും. ഇവിടെയും ആ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അന്വേഷണം ഏകദേശം അവസാന കാലഘട്ടത്തിൽ എത്തി എന്ന് ഇവർക്ക് ജാമ്യാപേക്ഷ ഹൈക്കോടതി കൊടുത്തപ്പം കോടതിയിൽ പറഞ്ഞു. പോലീസ് അത് നിഷേധിച്ചില്ല. അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് അവർ കോടതിയിൽ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പം CPMലെ മുതിർന്ന നേതാക്കന്മാരാരെങ്കിലും ഈ കേസിനകത്ത് ഇനി പ്രതിയാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. അവർ അബറ്റ്മെൻറ്റ് ഇതിനകത്ത് പ്രേരണ കുറ്റം ചാർത്തിയാൽ അവർ ഈ കേസിനകത്ത് പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇപ്പം വ്യക്തമല്ല. എങ്കിലും അവിടെ
തടിച്ചുകൂടി ആക്രമിക്കുകയും EDയെ ആക്രമിക്കുകയും അതുപോലെ തന്നെ അവിടെ മുദ്രാവാക്യം വിളിക്കുകയും അവരുടെ കാറടിച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്ത അതിൽപ്പെട്ട 27 പേരിൽ ഒരാൾക്ക് ജില്ലാ കോടതി ജാമ്യം കഴിച്ച് ബാക്കിയുള്ളവരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വീണ്ടും ബാക്കിയുള്ളവരും കൂടെ ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിന് മൂവ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.